അപ്പോൾ ഇൻവല്യൂട്ട് ഓഫ് ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഡ്രോ ദ ഇൻവല്യൂട്ട് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 30 mm അല്ലെ സൈഡ് മാറ്റി ചോദിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 30 mm സൈഡുള്ളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പം സൈഡ് മാത്രം വരുമ്പോൾ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. അപ്പം അത് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങളെ ലെങ്ത് തന്ന ലെങ്ത് അങ്ങ് വരയ്ക്കുക. 30 mm ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ഒരു പേര് കൊടുക്കുക, എ ബി എന്നങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. നമ്മൾക്ക് ആ തന്ന എ ബിയുടെ ആ ലെങ്ത് തന്നെ എടുക്കുക. എയിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, ബിയിൽ കുത്തി വേറെ ആർക്കും വരയ്ക്കുക. അത് രണ്ടാർക്ക് തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലം ആണ് മൂന്നാമത്തെ പോയിന്റ് ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. എന്നിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ട്രയാങ്കിളായി. അപ്പോൾ അതിന് സി എന്ന് പേരും കൊടുക്കുക. അപ്പോൾ ട്രയാങ്കിളായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് എ ബി ഇല്ലേ, എ ബിയുടെ ആ ബി പോയിന്റിൽ നിന്ന് ഇതിൻ്റെ പെരിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുക. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി? ഇത്ര 30 ആകുമ്പം ചുറ്റളവ് എത്രയായി? 30, 60, 90. അപ്പം ബിയുടെ അവിടെ നിന്ന് 90 ലൈൻ അങ്ങ് വരയ്ക്കുക. അപ്പോൾ വരച്ചല്ലോ. അതിന് വേറൊരു പേര് പി എന്ന് കൊടുക്കുക. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റ് സി ഇല്ലേ, പോയിന്റ് സിയും ബിയും കൂടെ കണക്ട് ചെയ്യുക. ബി സി ലൈനില്ലേ, അതിനെ അങ്ങോട്ടങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇഷ്ടമുള്ളത്ര എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അതുപോലെ സിയും എയും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ഇഷ്ടമുള്ളത്രയും കണക്ട് ചെയ്യുക, അല്ല വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എയിൽ കോമ്പസ് കുത്തുക, ബി എന്നുള്ള ലെങ്ത് എടുത്തിട്ട് ഒരാർക്കങ്ങ് വരയ്ക്കുക. കണ്ടല്ലോ. അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം എയിലല്ലേ കുത്തിയതിന് അടുത്ത് സിയിൽ കുത്തുക. ഇപ്പം ആർക്ക് വന്ന് നിന്ന പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബിയിൽ കുത്തുക. ബിയിൽ കുത്തിയിട്ട് ഇപ്പം ആർക്ക് വന്ന് നിന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ, അത് നമ്മുടെ പിയിൽ പെരിമീറ്ററിൽ വന്ന് നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വരയ്ക്കുന്നത്. എന്നിട്ട് അതിനെല്ലാവരും പേര് കൊടുക്കുക. ഇവിടെ പി അല്ലേ കൊടുക്കുക. അപ്പോൾ ഇനി ഇവിടെ P1 എന്ന് കൊടുക്കുക, P2 എന്ന് കൊടുത്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇൻവല്യൂട്ട് ഓഫ് എ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഡാർക്കായിട്ട് വരയ്ക്കേണ്ട ഈ ട്രയാങ്കിളും ഡാർക്കായിട്ട് വരയ്ക്കണം. ഈ ആർക്ക് വരച്ചില്ലേ, ആർക്കും ഡാർക്കായിരിക്കണം. ഇതിപ്പം ആ പോയിന്റ് അത്ര ഇതല്ലാത്തതുകൊണ്ട് ഡാർക്ക് ആവാത്തത്. നിങ്ങൾ കറക്റ്റ് കോമ്പസ് ആയിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഡാർക്ക് ആയിക്കോളും. ബാക്കിയെല്ലാം തിന്നായിരിക്കണം. എന്നിട്ട് നമ്മുടെ ഈ ലെങ്ത് കൂടെ ഡയമെൻഷൻ ചെയ്തിട്ട് എത്ര എന്നുള്ളത് കാണിക്കുക, 30 എന്നുള്ളത് കാണിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻവല്യൂട്ട് ആവും.